കേരള ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ ലോഞ്ച് ചെയ്തു. ഡ്രഗ് ട്രാഫിക്കിങ്ങിൻ്റെ അഗെയിൻസ്റ്റ് സ്ട്രോങ് ക്രാക്ക് ഡൗൺ. ഹോം മിനിസ്റ്റർ പറഞ്ഞു ഡെലിവറി വർക്കേഴ്സ് ആരും നോയിങ്ലി ഡ്രഗ് ട്രാൻസ്പോർട്ട് ചെയ്യരുത്, ചെയ്താൽ അറസ്റ്റ് ഉണ്ടാകും. നല്ല കാര്യം. പക്ഷേ ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്തു. ക്വിക്ക് ഡെലിവറി ആപ്പിൽ ഒരു കാര്യം സെർച്ച് ചെയ്തു, റോളിംഗ് പേപ്പർ. സെക്കൻഡ്സിൽ റിസൾട്ട് വന്നു. ഇപ്പോൾ ഒരു കാര്യം ക്ലിയർ ആക്കാം, റോളിംഗ് പേപ്പർ ഇല്ലീഗൽ അല്ല, അത് ലീഗൽ സ്മോക്കിംഗ് ആക്സസറീസ് ആണ്. അത് വാങ്ങുന്നവർ എല്ലാവരും ഡ്രഗ് യൂസ് ചെയ്യുന്നു എന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെയാണ് എനിക്ക് കൺഫ്യൂഷൻ. 2018 ക്വാഡ്സ് ഇന്ത്യ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിരുന്നു. അതിൽ ഇൻഡസ്ട്രി ഫൗണ്ടേഴ്സ് പറയുന്നത് ഡിമാൻഡ് സ്പെഷ്യലി Tier 2 സിറ്റീസിൽ നിന്നും വരുന്നു എന്ന്. വേറൊരു ഫൗണ്ടർ പറയുന്നത് കേരള, വെസ്റ്റ് ബംഗാൾ, നോർത്ത് ഈസ്റ്റ്, ഗുജറാത്ത് ഇവിടെയും സ്ട്രോങ് ഡിമാൻഡ് ഉണ്ടെന്ന്. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ ഓപ്പറേഷൻ തൂഫാൻ പോലെ വലിയ മിഷൻ കണ്ടക്ട് ചെയ്യുന്നു, മറു സൈഡിൽ അതിനോട് കോമൺലി അസോസിയേറ്റ് ചെയ്യുന്ന ലീഗൽ ആക്സസറീസ് ക്വിക്ക് കോമേഴ്സിൽ മിനിറ്റ്സിൽ ഡെലിവറി ചെയ്യുന്നു. Does that prove anything? No. Does buying rolling paper makes someone a criminal? Absolutely not. പക്ഷേ ക്വസ്റ്റ്യൻ വേറെയാണ്. ഡ്രഗ് നെറ്റ്വർക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഈക്കോസിസ്റ്റം മൊത്തത്തിൽ നമ്മൾ അഡ്രസ് ചെയ്യുന്നു, അതോ ചെയിനിൻ്റെ ലാസ്റ്റ് പേഴ്സണിനെ മാത്രമാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്? പോളിസി ഡിബേറ്റ് അവിടെയാണ്. എന്ത് തോന്നുന്നു?